വളരെ ലോ ബഡ്ജറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്യാൻ സാധിച്ചു. ഇലക്ട്രോണിക്സ് ഇഷ്ടപ്പെടുന്നവർക്കും ഇലക്ട്രോണിക്സിന്റെ ബേസിക് അറിയാവുന്നവർക്കും വളരെ എളുപ്പം നിർമ്മിക്കാവുന്ന തരത്തിലാണ്. നമസ്കാരം കൂട്ടുകാരെ. അപ്ഡേഷന്റെ ഭാഗമായിട്ട് പഴയ ഒരു ആംപ്ലിഫയർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. പഴയതെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് ഒക്കെ വരുന്നതിന് മുന്നുള്ളതാണ്. നമുക്കതിൽ ആഡിയോ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് USB-യും FM റേഡിയോയും ഓക്സിലറിയും മാത്രമേ ഉള്ളേ. അപ്പോൾ ഇതിന്റെ കൺട്രോളറും എല്ലാം കേടുണ്ടെന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെല്ലാം മൊത്തത്തിൽ മാറ്റി ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണം. ഇതിനകത്ത് ഇരിക്കുന്നത് വളരെ വാട്ടാജ് പറഞ്ഞ ഒരു ചെറിയ ബോർഡാണ് IC-യുടെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് LA4441 നേരത്തെ തന്നെയുള്ള ഒരു ബോർഡാണ്. ഇത് വിലയും വളരെ കുറവാണ്. അത്യാവശ്യം ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ്. ഇതിനകത്ത് BT വരുന്നതാണ്. മാസ്റ്ററബിൾ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു ബോർഡാണ്. ഇതിന്റെ വയറിംഗ് എല്ലാം കണക്ഷൻ എല്ലാം ഒരു സോൾഡർ ചെയ്ത് വിട്ടിട്ടുണ്ട്. നമ്മളിത് കൺട്രോൾ മാത്രം കൊടുത്താൽ മതി. ഇതിനകത്ത് പിന്നെ 5 വോൾട്ട് നമ്മുടെ ഫ്രണ്ട് പാനൽ USB-ക്ക് വരേണ്ട 5 വോൾട്ട് സപ്ലൈ ഇതിനകത്ത് എടുക്കാൻ വേണ്ടിയിട്ട് റെഗുലേറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടിൽ ഇത് കൊടുത്താച്ചാൽ മാത്രം മതി പാനൽ. ഇതിൻ്റെ പവർ സപ്ലൈ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഏകദേശം 1 ആംപിയർ അല്ലെങ്കിൽ 1.5 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമർ ആയിരുന്നു ഇരുന്നത്. അപ്പോൾ നമ്മൾ അതും ഒഴിവാക്കിയിട്ട് 3 അല്ലെങ്കിൽ 5 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് വെക്കേണ്ടത്. അപ്പം ഇതിനകത്തെ ബോർഡിൻ്റെയൊക്കെ ആ ഒരു അവസ്ഥ കണ്ടോ, വളരെ ചെറിയ വാട്ടേജ് നൽകുന്ന ഒരു ബോർഡാണ്. അതിനെക്കാട്ടിലൊക്കെ എന്തുകൊണ്ടും മികച്ചതാണ് നമ്മളിപ്പം ഈ എടുത്തിരിക്കുന്ന ബോർഡ്. ഇതാ ഞാൻ ഉദ്ദേശിച്ച പവർ സപ്ലൈ 3 ആംപിയറിന്റെ ആണ് ഇതിനകത്ത് ആദ്യം വെച്ച് ടെസ്റ്റ് ചെയ്തത്. പക്ഷെ നമുക്ക് ചെറിയൊരു പോരായ്മ തോന്നിയിട്ട് എനിക്കെന്തോ തൃപ്തിക്കുറവ് പോയിട്ട് നമ്മൾ 5 ആംപിയറിലോട്ട് ട്രാൻസ്ഫോമർ ഒന്ന് മാറ്റിയിട്ടുണ്ട്. പഴയ സാധനങ്ങളെല്ലാം നമ്മൾ അഴിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഫ്രണ്ട് പാനലിൽ USB-യുടെ ഡിസ്പ്ലേ വെക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് വെട്ടി വലുതാക്കണേ. ആ ഡിസ്പ്ലേ ആണ് തിരിക്കാൻ വേണ്ടിയിട്ടേ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഫ്രണ്ടിൽ മൊത്തത്തിൽ വെട്ടി വെക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പാനൽ അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല വെക്കുന്നത്. അങ്ങനെ വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു പാനൽ ഇതുവരെ വെച്ചിട്ടില്ല. ഞാൻ 2 ഡിസ്പ്ലേ തന്നെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ബോർഡിനുള്ളിൽ തന്നെ വെച്ചിട്ട് വേറെ കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യാറ് സാധാരണ രീതിയിൽ. ഈ പാനൽ ഒഴിവാക്കാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ബോക്സിനകത്ത് ഉണ്ടാക്കി ചെയ്യുന്നതായിരിക്കും, സെപ്പറേറ്റ് ചെയ്തിട്ടുന്നതായിരിക്കും നല്ലത്. 3 ആംപിയർ ട്രാൻസ്ഫോമർ വെച്ചപ്പം എന്തോ ഒരു ചെറിയൊരു പതർച്ച പോലെ തോന്നി. നമ്മളൊരു കസ്റ്റമറിന് കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ 5 ആംപിയറിലേക്ക് മാറിയത്. അപ്പോൾ ഇതിനകത്ത് 2 സ്പീക്കറൊക്കെ വരുന്നുണ്ട്. 4 വാട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സാധാരണ റേഡിയോയ്ക്കകത്തൊക്കെ വരുന്ന സൈസ് സ്പീക്കറാണ്. അപ്പോൾ ഉദ്ദേശിക്കാമല്ലോ ഇതിൻ്റെ ഒരു പവർ ആ പഴയ ബോർഡിൻ്റെ. പിന്നെ ഇതിൻ്റെ ട്രാൻസ്ഫോമർ മാറിയ സമയത്ത് നമ്മളിതിൻ്റെ ഫിൽട്ടർ കപ്പാസിറ്ററും നമുക്ക് ഓടിയ 2 കപ്പാസിറ്റർ നമ്മളിട്ട് പാരൽ ചെയ്തിട്ടാണ് കൊടുത്തിരുന്നത് നല്ല ഫിൽറ്ററിങ്ങിന് വേണ്ടി. നമ്മൾ കാണുന്നത് ഞാൻ ആദ്യം 3 ആംപിയറിന്റെ വെച്ച ആ ഒരു ട്രാൻസ്ഫോമറിന്റെ വീഡിയോ ആണ് കാണുന്നത്. നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് 5 ആംപിയറിന്റെ ട്രാൻസ്ഫോമർ കൊടുത്തിരിക്കുന്നത്. 25 വോൾട്ട് 3300-ന്റെ 2 കപ്പാസിറ്റർ പാരൽ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ബോർഡിന് സിംഗിൾ സപ്ലൈ ആണ് വേണ്ടത്. 12 വോൾട്ട്